സംസ്ഥാനത്തെ ആദ്യ ദീപാലംകൃത പാലമാണിത്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന നിലയിലായിരുന്നു ഇതിൻ്റെ നവീകരണം. ഉദ്ഘാടനവും പരിപാടികളുമൊക്കെ അടിപൊളിയായിരുന്നു. ഇതിൻ്റെ അടിയാണിപ്പോൾ തുരുമ്പെടുത്ത് പൊളിഞ്ഞിരിക്കുന്നത്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലം ട്രെയിൻ ഗതാഗതത്തിനാണ് ആദ്യം ഉപയോഗിച്ചത്. 1924 പുതിയ റെയിൽപാലം പണിതോടെയാണ് റോഡ് ഗതാഗതത്തിന് വിട്ടു നൽകിയത്. പാലത്തിന്റെ അടിഭാഗത്തെ ഗർഡറുകളാണ് തുരുമ്പെടുത്തു നശിച്ചത്. ഗർഡറുകൾ തൂണിൽ ബന്ധിപ്പിക്കുന്ന ഇരുമ്പ് ഭാഗവും ദ്രവിച്ചു. 1.65 കോടി രൂപ മുടക്കി 2024 ജനുവരിയിൽ പാലത്തിൽ ദീപാലംകൃത പ്രവർത്തനങ്ങൾ നടത്തിയപ്പോഴൊന്നും ഈ കാര്യങ്ങൾ പരിഗണിച്ചില്ല. ഇവിടെ നിരന്തരമായിട്ട് നമ്മൾ കാണുന്നത് ഇത്ര മാത്രം. മേൽഭാഗം പെയിന്റ് അടിക്കും, ഉദ്ഘാടനം ചെയ്യും. താഴെ ഭാഗം മത്സ്യത്തൊഴിലാളികളും മണൽ തൊഴിലാളികൾക്ക് നിരന്തരമായിട്ട് ആ കാര്യങ്ങൾ പുറത്തു പറയുന്നതാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ പാലത്തിൻ്റെ അപകടാവസ്ഥ കണ്ടെത്തിയതാണ്. അടിയന്തര അറ്റകുറ്റപ്പണിക്കായി 85 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതിക്ക് സമർപ്പിക്കുകയും ചെയ്തു. മാസം 6 കഴിഞ്ഞിട്ടും അനുമതി ലഭിച്ചിട്ടില്ല. 2022 ഓഗസ്റ്റിൽ കണ്ടെയ്നർ ലോറികൾ ഇടിച്ച് ഇരുമ്പു കമാനങ്ങൾ തകർന്നപ്പോൾ 90 ലക്ഷം രൂപ ചിലവിട്ട് നവീകരിച്ചിരുന്നു. അന്ന് പാലത്തിന്റെ മുകൾ ഭാഗവും നടപ്പാതയും മാത്രമാണ് നേരെയാക്കിയത്. ഭരണാനുമതി കിട്ടിയാലുടൻ നവീകരണ പ്രവൃത്തി ആരംഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുമുണ്ട്. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുമരാമത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നോട്ടീസും അയച്ചു. ഇതിനു പകരമായി മറ്റൊരു പാലം എന്ന ആവശ്യത്തിന് ഏറെ നാളത്തെ പഴക്കമുണ്ട്. അതിൻ്റെ ഭാഗമായി എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ പാലത്തിനായി 55 കോടി രൂപയുടെ ഭരണാനുമതി കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഭിച്ചതുമാണ്. 2 വർഷം പിന്നിട്ടു. പക്ഷേ ഭൂമി ഏറ്റെടുക്കൽ നടന്നില്ല. അതിനാൽ പുതിയ പാലമെന്ന ആവശ്യം നീളുകയാണ്. ക്യാമറാമാൻ അഭിലാഷിനൊപ്പം ഗൂഗിൾ കെ വേണുഗോപാൽ, 24 കോഴിക്കോട്.